വെൽക്കം ടു നോഷ് ബ്ലെൻസ്. ഗരം മസാലയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അമ്മയുടെ റെസിപ്പീസുമായിട്ട് ഞാൻ ഇനിയും വരുമെന്ന്. ഇന്ന് വന്നിരിക്കുന്നത് അമ്മയുടെ റെസിപ്പിയായ ബീഫ് വിന്താലു ആയിട്ടാണ്. സെയിം റെസിപ്പിയാണ് ഞാൻ ഫോളോ ചെയ്യുന്നതെങ്കിലും അമ്മ ഉണ്ടാക്കുന്നത് തന്നെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷെ നിങ്ങളിൽ പലർക്കും എൻ്റെ അമ്മയുടെ അതേ രുചിയിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സോ ട്രൈ ദിസ് റെസിപ്പി ആൻഡ് സീ യു സൂൺ വിത്ത് അനദർ റെസിപ്പി. അപ്പോൾ നിങ്ങൾ ഇന്ന് ബീഫ് വിന്താലു ഉണ്ടാക്കാൻ തീരുമാനിച്ചെങ്കിൽ ഞാൻ ഈ പറയുന്ന 2 ഇൻഗ്രീഡിയൻസ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ വിനിഗറിൽ കുതിർത്തി വെക്കണം. അതായത് 3 ചെറിയ സ്പൂൺ കടുക്, 10 അല്ലി വെളുത്തുള്ളി, ഇതിലേക്ക് വിനിഗർ, ഇത് കുതിർത്താൻ വേണ്ടി മാത്രം ഒഴിച്ചു വെക്കുക. ഇപ്പോൾ നിങ്ങളെങ്ങാനും കുതിർത്താൻ മറന്നുപോയെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട, ഉണ്ടാക്കുന്നതിന് അരമണിക്കൂർ മുന്നേ കുതിർത്തി വെച്ചാൽ മതിയാകും. പിന്നെ ഇത് ഒരു 1 കിലോഗ്രാം ബീഫിനാണ് ഞാൻ ഈ അളവ് പറയുന്നത്. നമ്മൾ കുതിർത്തി വെച്ച കടുകും വെളുത്തുള്ളിയും മിക്സർ ജാറിലിട്ട് നമുക്ക് അരച്ചെടുക്കാം. എങ്ങാനും അടിഞ്ഞില്ലെങ്കിൽ വെള്ളമൊന്നും ആഡ് ചെയ്യരുത്, വിനിഗർ തന്നെ ആഡ് ചെയ്ത് അരച്ചെടുക്കണം. കണ്ടോ, ഇതിപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അരക്കാൻ നേരത്ത് ഞാൻ കുറച്ചും കൂടി വിനിഗർ ആഡ് ചെയ്തിട്ടാണ് അരച്ചത്. അപ്പോൾ ഇത് ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റുന്നു. അപ്പോൾ നമുക്ക് ബീഫ് കുക്ക് ചെയ്തെടുക്കണം. 1 കിലോ ബീഫ് ഞാൻ നന്നായിട്ട് കഴുകി ഒരു 20 മിനിറ്റൊക്കെ ഡ്രെയിൻ ചെയ്യാൻ വെച്ചു. ഇത് ഞാൻ കുക്കറിലേക്ക് ഇടുന്നു. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ചെറുതായിട്ട് കീറി ഇതുപോലെ 6 എണ്ണം ഇട്ട് കൊടുക്കണം. ഉപ്പ് 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇഞ്ചി മിക്സർ ഗ്രൈൻഡറിൽ വെള്ളമൊഴിച്ച് അരച്ചെടുത്തതാണ്. ഇത് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു, വലിയ സ്പൂണാണ്. നമ്മൾ അരച്ച അരപ്പിൽ പകുതി ഇപ്പോൾ ചേർക്കും, ബാക്കി പകുതി പിന്നീടാണ് ചേർക്കുന്നത്. കുരുമുളക് പൊടി 3/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 3/4 ടീസ്പൂൺ, കറിവേപ്പില ഒരു തണ്ട് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ഒരു ചെറിയ സ്പൂൺ. നമ്മൾ അരച്ച ബൗളിൽ ഒരു 2 ടേബിൾ സ്പൂൺ വിനിഗർ ഇട്ട് കൊടുത്ത് അത് നമുക്ക് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. എൻ്റെ കുക്കറിൽ ബീഫ് ഒരു 8-10 സ്റ്റീം വരുമ്പോഴേക്കും കുക്കാകും. വിനിഗർ ഇട്ടേക്കുന്നതുകൊണ്ട് അധികം ടൈമും വെക്കേണ്ടി വരില്ല. അപ്പോൾ ഓരോരുത്തരുടെയും കുക്കറിൻ്റെയും കുക്കിംഗ് ടൈം നോക്കിയിട്ട് വേണം സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാനായിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് ബീഫ് കുക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റൗ ഓൺ ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ സ്റ്റൗ ഓണാക്കി വെച്ചു. ഇനി 8 തൊട്ട് 10 സ്റ്റീം വരുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്യണം. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 8 സ്റ്റീം വന്നതിന് ശേഷം ഞാൻ കുക്കർ ഓഫ് ചെയ്ത് വെച്ചിരുന്നു. ഇപ്പോൾ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ബീഫ് കുക്കായിട്ടുണ്ടെന്ന് നൈഫ് വെച്ചൊന്ന് കുത്തി നോക്കിയാൽ അറിയാൻ പറ്റും. ഇതിപ്പോൾ കുക്കായിട്ടുണ്ട്. നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാം. 2 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇത് പകുതിയായി കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അരിഞ്ഞെടുക്കാം. ഇങ്ങനെ 2 സവാളയും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 3 വലിയ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തു. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച 2 സവാള ഇട്ട് കൊടുക്കാം. ഇത് വഴറ്റിയതിന് ശേഷം ഒരു നേരിയ ബ്രൗൺ ആകുന്നവരെ നമുക്ക് ഇത് ചെയ്യാം.
ബ്രൗൺ നിറമായതിനു ശേഷമാണ് നമ്മൾ എല്ലാ മസാലയും ആഡ് ചെയ്യേണ്ടത്. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സവോള ഇപ്പോൾ നേരിയ ബ്രൗൺ നിറമായിട്ടുണ്ട്. അധികം മൊരിയേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ 2 ടീസ്പൂണേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ഇത് 3 ടീസ്പൂണെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. പിന്നെ നമ്മൾ പകുതി മാറ്റി വെച്ച അരപ്പ് അത് ഇട്ട് കൊടുക്കാം. ഈ കറി ഇത്തിരി എരിവുള്ളത് കൊണ്ടാണ് ഞാൻ 3 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ചെറിയ തീയിൽ 1 മിനിറ്റോളം വഴറ്റണം. അതിന് ശേഷമാണ് നമ്മൾ ഗരം മസാലയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മസാല ഞാൻ 1 മിനിറ്റ് ചെറിയ തീയിൽ വഴറ്റി. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഗരം മസാല അവസാനമാണ് ആഡ് ചെയ്യേണ്ടത്. അത് ഞാൻ 1 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തത്. ഇനി ഇത് ഒരു 2-3 സെക്കൻഡ് വഴറ്റിയതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊരു ചെറു തീയിൽ 5 മിനിറ്റോളം കുക്ക് ചെയ്യണം. ഈ കറി ഒരു ഗ്രേവി പോലെയാണ് ആക്കിയെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ കുക്കർ നോക്കുമ്പോൾ ഇപ്പോൾ കൂടുതൽ വെള്ളമുണ്ടെങ്കിൽ അത് ഗ്രേവി പോലെ ആകണ വിധത്തിൽ വറ്റിച്ചെടുക്കണം. ഇനി ഉപ്പോ പുളിയോ വേണമെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. പുളി വേണമെങ്കിൽ 1 ടീസ്പൂണോളം മാത്രം ഇനി ഇട്ട് കൊടുത്താൽ മതിയാകും. കണ്ടോ, ഇതിപ്പോൾ നല്ല ഗ്രേവി പോലെ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊരു 5 മിനിറ്റ് തീ കുറച്ച് വെച്ച് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി കുക്ക് ചെയ്യാൻ വയ്ക്കാം. 5 മിനിറ്റ് തീ കുറച്ച് വെച്ച് ഞാൻ കുക്ക് ചെയ്തു. കുറച്ചുകൂടി ഉപ്പ് വേണമെന്ന് തോന്നിയോണ്ട് ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. നന്നായി മിക്സ് ചെയ്യണം. ഇതിപ്പോൾ നല്ല ഗ്രേവി പോലെ ആയിട്ടുണ്ട്. മസാലയൊക്കെ നന്നായി പിടിച്ചു. ഇതിപ്പോൾ കറി ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം.